സത്യം പറയാലോ ഗൈസ്, ഞാൻ ഇതുപോലൊരു സ്ഥലമായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു കൊള്ളായിരിക്കും, പക്ഷെ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിയേ, കണ്ട ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നോക്കിയേ, നല്ല ക്ലൗഡ്സ് ഒക്കെ നോക്കിയേ, ക്ലൗഡ്സ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹായ് 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 ഹായ്. ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ്. ട്രിവാൻഡ്രത്തിൽ ഓൾമോസ്റ്റ് ഒരുവിധം കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഹിഡൻ സ്പോട്ടിൽ പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെയുള്ള ഒരു ഹിഡൻ സ്പോട്ട്, ഒരു ഐലൻഡ് പോലത്തെ ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ എവിടെയാണ്, എങ്ങനെ പോകുന്നു എന്നുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. ഞാൻ പോവാൻ ഇറങ്ങിയോണ്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി എൻ്റെ പുറകെ വന്നതാണേ. കുട്ടാ, പശു, എടി പശു, എവിടെ പോണ നീ? എവിടെ പോണേ? കൊണ്ടുവിടാൻ പോണാ? ആ, കൊണ്ടുവിടാൻ പറഞ്ഞ ചേട്ടാ. പോണേ, ബൈ, പോണേ. ഞാൻ ആരായി കണ്ട ഇരിക്കുന്ന കണ്ട? ഇതെന്താ സൂമാവാത്തെ? ഇതാണ് എന്റെ കൊച്ചി. വരും, പുറകെ വരും, ഞാൻ കാണിച്ചു തരാം. കണ്ട 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 വീഡിയോ എടുക്കണ കണ്ട? അവിടെ നിന്നതാണ് ആള്, പുറകെ വരും. ഓ മൈ ഗോഡ്, ഒടുക്കത്തെ വെയില്. എന്റെ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. കണ്ടോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഇക്കുചേട്ടൻ. വെള്ള ഷൂ, വെള്ള ഷർട്ട്. അറിയാൻ പറ്റൂ. അടിപൊളി തെറ്റ്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടുകാരുടെ മെറ്റീരിയൽ. എവിടെ പോണം ഇന്ന്? ഹിഡൻ സ്പോട്ടില്. എവിടെയെന്ന് പറഞ്ഞില്ല. ഞാൻ കൊണ്ടോ എല്ലാ ദിവസവും നമ്മള് പോയ സ്ഥലത്തല്ലേ പോണേ. ഇന്ന് നമ്മളൊരു ഐലൻഡിലാണ് പോണേ. എവിടെ കൊണ്ട് തന്നെ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് എവിടെ കൊണ്ടുപോണ? പശു പശു പശു. ഞാൻ പറഞ്ഞില്ലേ പുറകെ വരൂന്ന്. നമ്മൾ ഇന്ന് ഐലൻഡിലാണ് പോണേ. ഏതെങ്കിലും കുഴി കൊണ്ടുവന്ന ചാടിക്കും? ഇല്ലേ, ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഒരിടത്തല്ലേ പോണേ. ശരി, നമുക്ക് ഡിഫറെന്റ് ആയിട്ട്. ഓക്കേ, സെറ്റ്. ഇതെന്ത് ചോറൊക്കെ ഇട്ട് പ്രേതം പോലെ നിൽക്കണത്? അത് നമ്മളെ സൺ പ്രൊട്ടക്ഷൻ. ഓ, സൺ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ആകുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ കെട്ടിയിടി വരും. കോൺഷ്യസ് ആണ്. ആ, സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടാ പറയും തീവ്രവാദിയൊന്നും. പോലീസുകാരന്മാരെ കൈ കാണിച്ച് നടത്തും. 18 വയസ്സാവാത്ത കുട്ടി ഇതും കെട്ടിക്കൊണ്ട് അടക്കണം. കണ്ടോ, ഇതാണ് നമ്മൾ മിക്കപ്പോഴും വീഡിയോ എടുക്കുന്ന സ്പോട്ട്. കണ്ടോ, ഈ പാറയുടെ മുകളിലാണ് നമ്മൾ വരണേ. കിട്ടിയാ? മാപ്പ് കിട്ടിയേക്കൂ? അപ്പൊ നമ്മൾ എത്തും. ക്യാറ്റ് വിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ പുറത്ത് നിന്നെങ്കിലും വീഡിയോ എടുക്കും. നമ്മുടെ വീട്ടിന്റെ അടുത്താണ് ഹാപ്പി ലാൻഡ്. ഒരുപാട് പേര് ചോദിക്കും അവിടെയാണോ എന്ന്. കാണിച്ചു തരാവേ. കേട്ടോ, ഈ റോഡാണ് ഹാപ്പി ലാൻഡ്. ഇങ്ങോട്ട് പോണം. ഞാൻ പോയിട്ടില്ല കേട്ടോ. യെസ്, കണ്ടോ, ഇത് 18 കിലോമീറ്ററുടെ ഉള്ളൂ. ആറ്റിങ്ങൽ എത്തി. ആറ്റിങ്ങല് ഭയങ്കര വെയില്, ഒടുക്കത്തെ വെയില്. നമ്മളെ ബേക്കറി മേടിക്കാൻ വേണ്ടി വന്നെയാണ്. കുറച്ച് അവിടെ പോയി വിശക്കുമ്പോ കഴിക്കാൻ. വണ്ടി നിർത്തിയിട്ടിട്ട്
നമ്മൾ പറയാൻ പോകുന്നത്. അത് കേക്ക് മാത്രം മതിയാ? പപ്സ്. പപ്സ് ആണോ? ആ ചൂടില്ല. എന്നാ കേക്ക് മതി. കേക്ക് മതി. എന്നിട്ട് വെള്ളം മാറ്റി അയ്യോ നോക്കിയിരുന്നെടുക്കും. എടുത്തോ ഒന്നെടുത്തോ. എന്നിട്ട് വേറെ വെള്ളം എടുത്തോ. ആ ഫ്രൂട്ടി എടുക്കും. ആ അതെ അതെ. ഓക്കെ അത് മതിയല്ലോ. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് എവിടെ പോകണത്? പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഈ കട മൊത്തത്തോടെ വാങ്ങിച്ചു പോവാം. കണ്ടു ഗൈസ്, ഗൂഗിൾ പേ ചെയ്യും. കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. കണ്ട ഗ്ലാസിന്റെ അപ്പുറത്ത് കൊറേ ഐസ്ക്രീം വെറൈറ്റീസ്. അത് അലിഞ്ഞു പോവും. ഇക്കോ ഞാൻ തിരിച്ചു വരുമ്പോ ഈ കടയിൽ ഉപ്പിലിട്ടൊക്കെ വാങ്ങുവേ. വാങ്ങിച്ചു തരുമോ? അവിടെ മോര് വെള്ളം ഉണ്ട്. ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താറായി. ഇനി ഒരു 1.2 കിലോമീറ്ററേ ഉള്ളൂ. കണ്ട അതിന്റെ സൈഡിൽ ഇങ്ങനെ പാടമൊക്കെ ഉണ്ട്, കാണാവോ? ഇത് മറ്റേ വെള്ളയാണിയിലോട്ട് പോണ പോലെ ഉണ്ടല്ലേ, അതിന്റെ ഒരു ഇതുപോലെ ഉണ്ട്. നല്ല വെയിലുണ്ട്. കറക്റ്റ് അതുപോലെ തന്നെ വെള്ളയാണിയിൽ പോണ പോലെ. ആ റോഡ് അത്ര ഇതല്ല, ഇങ്ങനെ കൊറേ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കണ റോഡാണ്. വെള്ളം വെള്ളമല്ല വെള്ളം 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 വെള്ളം. മാപ്പില് നോക്കിയാ പോയ, പക്ഷെ ഇവിടെ ഉള്ള ഒരു പയ്യനോട് ചോദിച്ചപ്പോ അതല്ല, വേറെ എന്നാ പറഞ്ഞു. പിന്നെ നമ്മള് വേറെ റോഡിലൂടെയാണ് പോണേ. അത് നിനക്ക് മാപ്പ് നോക്കാൻ അറിയാത്തോണ്ട്. എത്തിയാ? ഇത് തന്നെ ഏത് പട്ടിക്കാട്ടിന്റെ അടിയിൽ കേറി പോണോ എന്തോ. എത്താറായി എന്നാണ് ഒരു നിഗമനം. റോഡില്ലല്ലോ അങ്ങോട്ട്, റോഡില്ല ഈശ്വരാ. അമ്മമ്മ എടുത്ത് ചോദിക്കാം. അമ്മ ഈ കുളമുട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ, ഇത് എവിടെ? ഈ സ്ഥലം എവിടെയാണ്? അല്ല ഈ സ്ഥലം കണ്ടാ അറിയാൻ പറ്റില്ല അമ്മ. ഇപ്പൊ എന്ത് തന്നെയാണ് വന്ന ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നത് ഈ സ്ഥലത്ത്. അത് പിന്നെ ഇതാണ് കുളമുട്ട. ഇത് തന്നെ ബോട്ടാണോ? അത് ലങ്ങാണോ മക്കളെ? നേരെ പോണം. എത്തി ഗൈസ്, ഫൈനലി നമ്മുടെ പ്ലേസ് എത്തി. നല്ല രസമുണ്ട്, നോക്കിയേ. ഒരു തെങ്ങിൻ തോപ്പും പാർക്കൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനായിട്ട്. കണ്ടാ, നല്ല പ്ലേസ് ആണ് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഞാൻ വിചാരിച്ചു എന്നെ എവിടെയും കൊണ്ട് തള്ളുമെന്ന് വിചാരിച്ചത്. ഞാൻ പൊട്ടപ്പൊക്കെ കൊണ്ടെന്നെ തള്ളുമെന്ന് വിചാരിച്ചത്. പക്ഷെ സൂപ്പർ ഏട്ടാ, ഞാൻ ലൈക്ക് അടിച്ചിരിക്കുന്നു. ഓ ഇതിന്റെ പേരില് ഫുഡും കൂടെ തട്ടല്ലേ, സെറ്റ് ഏട്ടാ. അതിവിടെ 3 ചേട്ടന്മാരിക്കും. പശു കാണും. അവര് കുറച്ചൊക്കെ അവിടെ അടുത്തുനിന്ന് അഭിപ്രായം പറഞ്ഞു തന്നു കേട്ടാ, സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. പാർക്കും ഉണ്ട് ഇവിടെ. അത് കൊച്ചു കുഞ്ഞുങ്ങൾ എവിടെ പോയാലും പാർക്കും കൂർക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാങ്ങോട്ട് നമ്മ അടുത്ത പോകുന്നത് കണ്ട അവിടെയും ആ പ്ലേസില് സെറ്റല്ലേ. ഷോപ്പിയും ഇത്രയും കിട്ടുന്ന പ്രൈസാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ.
സൂപ്പർ. അത് ഞാൻ ഈ ഷോപ്പിൽ കണ്ടുപിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസ് അടിപൊളി സാധനം. എന്ത് രസമെന്നറിയാമോ? നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. തീർച്ചയായിട്ടും അടിപൊളി. ശരിക്കും നല്ല വെയിലുണ്ട്. പക്ഷെ ഒരു വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയിൽ അനുഭവപ്പെടുന്നില്ല. അത്ര കാറ്റ് രസം. എന്നാലും ഇത് കണ്ടുപിടിച്ചല്ലോ. ഇത്രയും വലിയ സ്ഥലത്ത് നീ കണ്ടുപിടിച്ചല്ലോ. ഇതാണ് EMS പാർക്ക്. ഇതെങ്ങനെ അവിടെ പാർക്കിങ് അതുവഴിയൊന്നും അല്ല. അതുവഴി ചെന്ന് നമുക്ക് ഈ ഷോപ്പിൽ ചോദിച്ചു നോക്കാം എവിടെയാണ് എങ്ങനെയാണ് പോണേ. ഇങ്ങോട്ടാ എവിടെ പറ്റും കൊച്ചു പിള്ളേരെ പാർക്ക് കണ്ടല്ലോ അവിടെയൊക്കെ ഇറങ്ങിയിരിക്കും. ഇനി ഇതിന് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകണ കാര്യമാണ് പാട്. എത്ര പറഞ്ഞാൽ ഇവിടെ എന്തൊരു പരിപാടി. അവിടെ കിടന്ന് ആടൊക്കെ ചെയ്യും. വാങ്ങിട്ട് ആൾക്കാർ പറയുന്നത് മുതുക്കാട്ടോന്ന്. ഇനി അതിന്റെ കുറവ് കൂടുതൽ വാങ്ങിട്ട് ഒരിക്കൽ ആട്ടി തരുള്ളൂ. മേടിച്ചു വന്ന ഇത് പൊട്ടും കേട്ടാ. ഇത് കുഞ്ഞുങ്ങളെ പാർക്കാണ്. ഇവിടെ കൊള്ളാം കേട്ടാ ഫോട്ടോ എടുക്കാൻ. വിഷ്വൽ കൊള്ളാം. അവിടെയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഗായ്സ് ഇവിടത്തെ വിഷ്വൽസ്? കണ്ടു. ഇനി നമ്മള് നേരത്തെ പറഞ്ഞ അപ്പുറത്തെ ആ ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്താണ് പോണത്. അപ്പം ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂന്നാണ് പറയണേ. അപ്പൊ നമുക്ക് പോവാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്കൈയൊക്കെ കണ്ടാൽ നല്ല ബ്ലൂ ആയിട്ടിരിക്കും. എവിടെ? ഈ വഴിയാണ് നമ്മൾ അപ്പുറത്ത് പോകാനുള്ള. കൊള്ളല്ലേ, നല്ലൊരു വൈബുണ്ട് ഇവിടെ ഇരിക്കുമ്പോ. ഒരു കുഞ്ഞു റോഡാണേ. റോഡല്ല, ഒരു കുഞ്ഞു വഴി. ഇതാ കണ്ടാ ഈ മുടുക്കോയി. ഇതൊക്കെ വീടായിരിക്കോ? ഫാം വീട്ടുശാല പോലെ. സൂപ്പർ അല്ലേ? ഒരു മിനിറ്റ്. അയ്യോ, നല്ല വെള്ള കളറിലുള്ള ആട്. അവിടെ പോയി കുഞ്ഞാ ബാ. കുഞ്ഞമ്മ ഇതെവിടെ പോണ? ആട്ടിന്റെ ഇടിയും കൂടെ മേടിക്കുള്ളൂ. വാ ഇങ്ങോട്ട്. ആട്ടിന്റെ ഇടി വാങ്ങിക്കുമ്പോ ഒന്ന് ഓടി നിന്നെ കണ്ട്. ആടിന്റെ ഇടി കൊള്ളേ ഉള്ളൂ, മര്യാദക്കില്ല. വാ. ആട് അത് പുല്ല് കഴിക്കട്ടെ. അതിന്റെ ഇടയിൽ ചെന്ന് കയറണത്. ആടാനല്ല പറഞ്ഞ ആടുവന്ന്. ഓടിപ്പോ. ഓടില്ല പൂ വീഴു. മതി. ഇത് കിട്ടി. നല്ല സ്ഥലം കിട്ടി. വിഷയം കിട്ടി. ഇനി എന്നാ മന്ദബുദ്ധി
അടിപൊളിയാണെന്ന് പറയോ? ഇല്ല ഇല്ലേ, അടിപൊളിയായിട്ടാ നീ കൊണ്ടുവന്ന. ഇത്രയും പ്രതീക്ഷയില്ല, ഞാൻ എപ്പോഴും പ്രതീക്ഷയില്ലെന്നാ ഇപ്പൊ. ബിഷപ്പ് ഞാൻ എന്നെ ഇത്രയും നല്ല സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സന്തോഷായ? സൂപ്പർ സൂപ്പർ. കൈ ഇങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. കണ്ടാ ഫുള്ള് നോക്ക്, കണ്ടോ? സൂപ്പർ. എന്റെ മോനെ ഒരു രക്ഷയില്ല ഒന്നു, സത്യം ഒരു രക്ഷയില്ല ഒന്നു, ഒരു രക്ഷയില്ല കേട്ടാ. സൂപ്പർ കേട്ടാ. ഇനി ഫോട്ടോ എടുക്കട്ടെ. ഇവിടത്തെ ഫോട്ടോ കൊള്ളാൻ പറ്റും. സത്യം പറയാലോ ഗൈസ്, ഞാൻ ഇതുപോലൊരു സ്ഥലമായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു കൊള്ളായിരിക്കും, പക്ഷെ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിയേ, കണ്ട ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നോക്കിയേ. ശരിക്കും നമ്മൾ മാൽദീവ്സ് ഒക്കെ ഒരു ഐലൻഡിൽ പോകൂലേ, അതുപോലെ ഉണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നല്ല ക്ലൗഡ്സ് ഒക്കെ നോക്കിയേ, ക്ലൗഡ്സ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹായ് 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 ഹായ്. നമ്മൾ ഇനി പോകണം, നമ്മൾ ഫസ്റ്റ് വന്നൊരു പ്ലേസ് ഇല്ലേ, അവിടെയാണ്. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണേ. നല്ല വെയിലിന് ഞാൻ ടാനടിച്ച് ഇവിടെ പ്രൈവറ്റ് ബസ് വരും കേട്ടോ. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ആയൂർ ചടയമംഗലം എന്തോ വായിക്കാം. ഇതാണ് കേട്ടോ ആയൂർ ചടയമംഗലം പള്ളിക്കൽ നാവായിക്കുളം കല്ലമ്പലം കവലയൂർ കുളമുട്ടം ബസ്. കുളമുട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഓടിക്കൊണ്ട് വരും, നിന്റെ കൂട്ടുകാരെ ഓടിക്കൊണ്ട് പറഞ്ഞു. എവിടെ പോയാലും കാണുമല്ലോ. വാ 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 വാ. നല്ല ഡേറ്റിങ്ങിനൊക്കെ വരുന്നവർക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പക്ഷെ തലയിൽ തേങ്ങ വീണ് ചാവാതെ നോക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇതാണ് കഴിക്കുന്നത്. എന്റെ ഊട്ടി എനിക്കുള്ളത്, നിന്റെ സ്മൂക്കി. ആ രണ്ടും എന്താ, നീ അല്ലേ പറഞ്ഞ നിന്റെ സ്മൂക്കി മതിയെന്ന്. എന്നിട്ട് ഇപ്പൊ കാല് മാറണ. കൊള്ളല്ലോ നീ ആള്, നീ കൊള്ള. അത് മൊത്തം കുടിച്ചു തീർക്കല്ലേ, കേക്ക് പൊട്ടിക്കാൻ പറ്റല്ലേ. പിടി. അതെനിക്ക് എടുത്തിട്ട് തിന്നാനല്ലേ ഇങ്ങോട്ട്. നിന്റെ കൈ ഞാൻ വെട്ടും, മഴയൊക്കെ താഴോട്ട്. ഇനി ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ എടുക്കണം, ഇതിന്റെ ഉടുപ്പ് ഇങ്ങനെ ഊരണം. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വന്ന സമയം നിങ്ങൾ കേൾക്കണം ഗൈസ്. നട്ടുച്ച 1 മണി. വേറെ സ്ഥലത്ത് നമ്മൾ പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു ഇവിടെ കൊള്ളാം, ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഒരു കാളയായി. പ്രായം എത്രയെന്ന് നോക്കണം. ഒരു കൂസലും ഇല്ലാതെ നോക്കി കുതിരയെ കളിച്ചോണ്ടി. കുതിരയിൽ കയറിയാ കറങ്ങണ. അടുത്ത എവിടെ പോണം? ഓ, ഇനി അതിന്റെ കുറവ് കൂടെ ഉള്ളു മിക്കവാറും. പിടിക്കാൻ എന്താ ഇവിടെ അത് ഇരിക്കയില്ലേ പിടിക്കാൻ. അയ്യേ, പാന്റ് പോകും മുന്നും അഴുക്കാവും. സ്റ്റാർട്ട്. മതി, വാ വാ വാ. ഇവിടെ എല്ലാരും വന്നിരുന്ന കാര്യം എന്താണ് സംഭവം? ആ, ഇവിടെ ഇരിക്കാൻ കൊള്ളാം കേട്ടാ.
മറന്നാ മതി. ദോശ വാങ്ങാൻ കാശിന കപ്പി നോക്കി കിശ ഒയ് ഒയ് ടുരുരുരു ടുരുരുരു ഇയാള് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞു. എന്നെ പഞ്ച് ചെയ്ത് നോക്കിക്കുന്നു. ഇപ്പൊ ഞാൻ പെൺകുട്ടി എന്നുള്ള പരിഗണന മയങ്ങൂല ഇവിടെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. സമയം 4:26. അപ്പം നെക്സ്റ്റ് ഡേ ഇതിൽ ഇതുപോലുള്ള ഇനിയും കുറെ ഹിഡൻ സ്പോട്ടുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഇത് സെറ്റ് ഇത് ഞാൻ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ചെറുക്കൻ എന്തായിരിക്കുന്നു? എന്റെ ലുട്ടു ബേബി. ഓക്കെ, പോണേന് മുമ്പ് ഇവിടെ തൂതി വിഷ്വലൂടെ കാണിച്ച് തരാം ഗൈസ്. സൺസെറ്റ് കാണാനാണ് കുറച്ചുകൂടി നല്ല വൈബായിട്ട് ഉണ്ടാവും. ഇതാണ് കുട്ടികളായിട്ട് വരുന്നവർക്ക് അവിടെ പാർക്ക് ഉണ്ട്. അന്യൻ അന്യൻ മുഖം മൂടിയാണ് അന്യൻ. കപ്പിൾസിനും കൊള്ളാം, ഫാമിലി ആയിട്ട് ഇരിക്കാനും കൊള്ളാം. പിന്നെ കൂടുതലും കുഞ്ഞു പിള്ളേർക്ക് വരാനാണ് കൊള്ളാന്നുള്ള. ഇതെന്തോന്ന് ഇതെന്തോന്ന് ടാറ്റ അപ്പൊ നമ്മൾ പോവാണ് ഗായ്സ്. ഇവിടെ നോക്കി ഇറങ്ങി. എന്താണ് ലൊക്കേഷൻ നോക്കുന്നു. നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്. ഇതാണ് കണ്ട നമ്മുടെ ഒല ലുട്ടു. ഇതാണ് നമ്മുടെ ലുട്ടു ബേബി. ഇവന്റെ പേരാണ് ലുട്ടു. ഇവന്റെ പേരാണ് ചോട്ടു. ടാറ്റാ. എങ്ങനെയുണ്ട് ഇത് ഷോപ്പ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? മൊത്തത്തോടെ മേടിച്ചു തരട്ടാ. അയ്യടാ ഇങ്ങോട്ട് വാ, വണ്ടി കയറാൻ മര്യാദയ്ക്ക്. കണ്ട വീട്ടിൽ പോണ വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ട്. പക്ഷെ ഇതുപോലെ 2-3 ഷോപ്പുണ്ട് കേട്ടാ. അപ്പൊ വണ്ടിയിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ഇല്ല കേട്ടോ, എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 100 രൂപ. നെല്ലിക്ക സീസൺ അല്ലാത്തതാണ് അവർ 100 എന്ന് പറയുന്നത്. അതിന് 50 മാങ്ങ 50, ക്യാരറ്റ് 50, കാരയ്ക്ക് 50, ക്യാരറ്റൊക്കെ 50. അപ്പം ഇത് മാത്രം 100. ലവ്ലി നെല്ലിക്ക. നമ്മളിപ്പോ വന്നേക്കണേ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ലാവില്ലാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. പയ്യെ കൊണ്ട് നിർത്ത്. ഒരു കള്ള ഇതിനകത്ത് പോണ്ട്. ഇവിടുത്തെ ഓണറൊക്കെ എന്തൊരു തപ്പാണ് നല്ല ഇത്. ഈ റെസ്റ്റോറൻ്റാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത്. സാങ്കേതിക സിനിമ കാണാൻ പോവേണ്ട സാങ്കേതിക സിനിമ കാണാനുള്ള വെപ്രാളമാണ് ഗൈസ് ഈ കാണുന്നത്. നമ്മള് ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായി പോയി. ഫുഡ് കഴിച്ചോണ്ട് പെട്ടെന്ന് തീരുമാനിച്ച കാര്യം ലേറ്റായി കയറി മറ്റിയുണ്ട്. ഇനി പെട്ടെന്ന് തിയേറ്ററിലോട്ട് പോകണം. 6:30ക്കാണ് ഷോ. ഇപ്പൊ തന്നെ 6:20 വണ്ടി 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 കണ്ടോ ഗൈസ്. വെഞ്ഞാറമൂട് അത്യാവശ്യം നല്ല ബ്ലോക്കാണ് ഈ ഒരു ടൈം. സ്കൂള് വിടുന്ന ടൈമും ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത്.
മര്യാദക്ക് കഴിക്കാൻ പോലും പറ്റില്ല. ഇവിടെ എത്തി. 6:30ക്കാണ് ഷോ കണ്ടു. ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ്. ടിക്കറ്റ് കിട്ടി ഗൈസ്. ഇക്കു വാഷ്റൂമിൽ പോയാണ്. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഗവേഷണങ്ങളനുസരിച്ച് ഓർമ്മനെ ഉപേക്ഷിച്ച് 20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണഗതിയിലെത്തും. കുറച്ച് ദിവസങ്ങൾക്കകം അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മള് എന്താ പറയാ, വീക്കിലി ഓൺസ് ആണ് ഇതുപോലെ പുറത്തു പോണേ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൺഡേസിൽ മാത്രമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തു പോകല്. സുമതി വളവാണ് ഇന്നെങ്കിൽ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, എക്സ്പെക്ട് ചെയ്ത രീതിക്കുള്ള അത്രയൊന്നുമില്ല. പക്ഷെ ഒരു കുഞ്ഞു സിനിമയിൽ ഓക്കെ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.